ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ 477ാമത് വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ബ്ലസൻ എബ്രഹാം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള മണർകാടിനടുത്തൊരു പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണുവാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ, എപ്പോഴും പറയുന്ന പോലെ, അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം നിങ്ങൾക്ക് പ്രോപ്പർട്ടി വിൽക്കാനോ വാങ്ങുവാനോ ഉള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്മുടെ ഒരു കിടിലൻ, ഒരു സൂപ്പർ, ഒരു ബ്യൂട്ടിഫുൾ, മനോഹരമായ ഒരു വീടിൻ്റെ മുന്നിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഞാൻ ഇത്രയും ഒരു കമൻറ്റ് പറഞ്ഞതിന് നിങ്ങൾ ആരും എന്നെ ക്രൂശിക്കല്ലേ, കാരണം അത്രയും നല്ല മനോഹരമായ ഒരു വീടാണ്. 11 സെൻറ്റിൽ 2600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുള്ള അറ്റാച്ച്ഡായിട്ടുള്ള ബാത്റൂമും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു വീടാണ്. നല്ല ഒരു കിടിലോ വീടാണ്. ഒന്നും എടുത്തു പറയത്തക്കതായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ എല്ലാം പിന്നാലെ പറഞ്ഞു വരാം. 800 മീറ്റർ മാത്രമാണ് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം. KK റോഡാണ്, ഹൈവേ ആണ്. ആ ഹൈവേന്ന് വെറും 800 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ. 2 ഗേറ്റ് ഉണ്ട്. ഒന്ന് വാഹനങ്ങൾക്ക് കയറാനും, പിന്നെ നമുക്ക് നേരെ നമ്മുടെ മെയിൻ ഡോറിന് നേരെയുള്ള ഒരു ചെറിയൊരു പടിപ്പുര പോലെ ഒരു ഡോറും ഉണ്ട്. കയറി വരുമ്പോൾ തന്നെ നല്ല വിശാലമായൊരു മുറ്റമാണ് കാണുവാൻ കഴിയുന്നത്. ഒരു 10-12 വണ്ടികൾക്കൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വിശാലമായ മുറ്റം തന്നെയാണ്. കാർ പാർക്കിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലിപ്പമുള്ള കാർ പാർക്കിങ് പറ്റുന്ന എല്ലാ വാഹനങ്ങളും, ഇന്നോവ പോലത്തെ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ കയറി കിടക്കാവുന്ന വലിയൊരു ഒരു കാർ പോർച്ചാണ്. വേണമെങ്കിൽ സൈഡിലൊക്കെ ഒരു ബൈക്കും കൂടെ വെക്കാവുന്ന രീതിയിലുള്ള കാർ പോർച്ച്. നല്ലൊരു സിറ്റ് ഔട്ട്, എല്ലാം ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുന്ന ഒരു സിറ്റ് ഔട്ടാണ്. അതോടൊപ്പം തന്നെ കുറച്ച് ഭാഗം ഇൻ്റർലോക്ക് അടിച്ചേക്കുന്നു. ബാക്കി ഭാഗങ്ങൾ, കുറച്ച് ഭാഗങ്ങൾ കിണറാണ് നമുക്ക് കയറി വരുമ്പോൾ വലതുവശത്തായിട്ടുള്ളത്. നല്ല മനോഹരമായ കിണറാണ്, നല്ല പുതിയൊരു കിണറാണ്. നല്ല രീതിയിൽ തന്നെ റിങ്ങൊക്കെ വെട്ടി വളരെ നല്ല മനോഹരമായി തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആ വീടിൻ്റെ മുറ്റത്ത് ഇണങ്ങുന്ന രീതിയിൽ വളരെ നല്ല മനോഹരമായ ഒരു അറ്റ്മോസ്ഫിയറിൽ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു കിണറാണ്. അതുപോലെ തന്നെ കായ്ക്കുന്ന തെങ്ങൊക്കെ ആ ഒരു സൈഡിൽ തന്നെയുണ്ട്. നല്ല രീതിയിൽ തന്നെ മെയിൻ്റെനൻസ് ചെയ്തിട്ടിരിക്കുന്ന ഒരു വീടാണ്. 2 നിലയാണ്, 2 നിലയിലായിട്ടാണ്. 9.3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കോട്ടയം ടൗണിലോട്ടുള്ള ദൂരം. തൊട്ടടുത്ത് മെയിൻ ടൗൺ എന്ന് പറഞ്ഞാൽ മണർകാട് ടൗണാണ്. മണർകാട് ടൗൺ ഏകദേശം 2 കിലോമീറ്റർ അടുത്തേ വരുന്നുള്ളൂ. പിന്നെയുള്ള ടൗണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പുതുപ്പള്ളി, പിന്നെ പാമ്പാടി. ഇതെല്ലാം ഒരു 3, 4, 5 കിലോമീറ്റർ ചുറ്റളവിലായിട്ട് ഇതെല്ലാം തന്നെ വരും. മെയിനായിട്ട് നമ്മളിപ്പോൾ അടുക്കളയുടെ ഭാഗത്തായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ചുറ്റുമതിലൊക്കെ കെട്ടി വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് 11 സെൻറ്റാണുള്ളത്. ഇതിൽ കൂടുതലായിട്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിനോട് ബാക്കിലോട്ട് ചേർന്ന് നമുക്ക് സ്ഥലം എത്ര വേണമെങ്കിലും ലഭിക്കും. ബാക്കിലോട്ടും സൈഡിലോട്ടും ഒക്കെ ആയിട്ട് ഒരു 30 സെൻറ്റ് സ്ഥലം വരെ നമുക്ക് ലഭിക്കുന്നതാണ്. അതിന് പെർ സെൻറ്റ് ഇത്ര രൂപ കണക്കാക്കി നമുക്ക് അതിൻ്റെ സംസാരിക്കാവുന്നതാണ്. നമ്മളതിൻ്റെ വിലയും വിവരങ്ങളൊക്കെ ഫോൺ വിളിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കി തരാം. ഓക്കെ, നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡ് വഴി വന്നിരിക്കുകയാണ്. അതാ ഈ ഭാഗമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടിയായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. അത് ഈ 11 സെൻറ്റ് കൂടാതെയുള്ള വിലയായിരിക്കും അതിന് വരുന്നത്. ഈ 11 സെൻറ്റിനും വീടിനും കൂടെയുള്ള വിലയാണ് ഞാൻ ഇതിൻ്റെ ക്യാപ്ഷനിലും അതുപോലെ തന്നെ തമ്പനയിലും കൊടുത്തിട്ടുള്ളത്. നമ്മളിത് പുറകെ കൂടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് നമ്മളിത് നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് തന്നെ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ പ്രധാന ഗേറ്റ്. രണ്ടാമത്തെ ഗേറ്റും നമുക്ക് അതിന് ചേർന്ന് തന്നെയുണ്ട്. നമുക്കിനി വീടിൻ്റെ ഉൾഭാഗത്തേക്ക് ഒന്ന് പ്രവേശിക്കാം. ഇതായി ഗേറ്റൊക്കെ വളരെ നല്ലൊരു ഇതാണ് കാണാനായിട്ട്. വളരെ നല്ലൊരു പ്രകൃതിയുടെ ഒത്തു കിടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. 2 കായ്ക്കുന്ന തെങ്ങ് വീടിൻ്റെ മുറ്റത്തായിട്ടുണ്ട്. നമുക്ക് ആ മെയിൻ ഡോറൊക്കെ കടന്ന് നമുക്ക് അകത്തേക്കൊന്ന് പ്രവേശിക്കാം. നല്ല രീതിയിൽ, നല്ല മനോഹരമായ രീതിയിൽ ചെയ്തിരിക്കുന്ന മെയിൻ ഡോറും ജനലുമാണ്. എല്ലാം തേക്കിൻ്റെ തടിയിൽ തീർത്തിരിക്കുന്ന പണികളാണ്. എല്ലാം തന്നെ വളരെ വളരെ നല്ലതായി തന്നെ ചെയ്തിരിക്കുന്ന ഡോറും അതുപോലെ തന്നെ ജനലുകളും. നല്ല കയറി വരുമ്പോൾ തന്നെ നല്ല വിശാലമായൊരു ലിവിങ് ഏരിയയാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഓപ്പൺ കിച്ചണാണ് കൊടുത്തിരിക്കുന്നത്. ഇത് എല്ലാ വർക്കുകളും കിച്ചൻ്റെയൊക്കെ അതുപോലെ തന്നെ അകത്തെ ഡോറിൻ്റെ ആണെങ്കിലും എല്ലാ ഡോറുകളും ജനാലകളും എല്ലാം നല്ല തേക്കിൻ്റെ
കാതലായ തടികൾ കൊണ്ട് നിർമ്മിച്ചവയാണ്. പിന്നെ അതുപോലെ തന്നെ കിച്ചൻ്റെ അകത്തെ കബോർഡുകൾ ഉൾപ്പെടെ എല്ലാം തേക്കിൻ തടികൾ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന കബോർഡ് വർക്കുകളുമാണ്. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ലിവിങ് ഏരിയ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചേർന്നൊരു ബെഡ്റൂമാണ്. ആ ബെഡ്റൂം ഇപ്പോൾ തുറന്ന് കാണാൻ പറ്റത്തില്ല. താഴത്തെ നിലവിൽ ഒരു ബെഡ്റൂമാണുള്ളത്, മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂം. താഴെ വേണമെങ്കിൽ ഇനി നമുക്ക് അറ്റാച്ച്ഡായിട്ട് വേണമെങ്കിൽ ഒരു ബെഡ്റൂം കൂടെ കൊടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അതൊക്കെ അത് എഞ്ചിനീയേഴ്സിനെയൊക്കെ കണ്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് ഡൈനിങ് ഏരിയ, വളരെ മനോഹരമായ ഡൈനിങ് ഏരിയ. നേരെ നമുക്ക് ഈ പറഞ്ഞ കിച്ചണിലേക്ക് പ്രവേശിക്കാം. ഞാൻ ലൈറ്റൊന്നും ഇടാതെയാണ് ഇപ്പോൾ ആ ഒരു വീട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കിച്ചൻ്റെ ഏരിയയൊക്കെ ഇപ്പോഴാണ് ലൈറ്റ് ഇട്ട്, ലൈറ്റൊന്നും അതിൻ്റെ ആവശ്യമില്ല, അത്രമാത്രം വെളിച്ചം നമുക്ക് വീണ്ടും. ഇതാ ഞാൻ പറഞ്ഞ ആ കബോർഡ് വർക്കുകൾ കണ്ടല്ലോ, എല്ലാം തേക്കിൻ തടി ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന കബോർഡ് വർക്കുകളാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് വളരെ 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 കുറവെന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. കാരണം അത്രമാത്രം നല്ല വർക്കാണ് ചെയ്തിരിക്കുന്നത്. വർക്കെന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള വർക്കുകൾ. ഒരിക്കലും ഈ വീട് വിൽക്കാൻ വേണ്ടി പണിതല്ല, അവരത് താമസിക്കാൻ വേണ്ടി തന്നെ പണിതാണ്. കുറച്ച് നാൾ അവരതിൽ താമസിച്ചു, അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് വിൽക്കുന്നത്. ഇത് നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷമാണ്, റിനോവേഷനൊക്കെ ചെയ്തിട്ടാണ് ഇവർ വിൽക്കുന്നത്. വീടിന് പറയത്തക്ക പഴക്കമൊന്നുമില്ല, വളരെ ചുരുങ്ങിയ നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ വീടിൻ്റെ പഴക്കമെന്ന് പറയാനായിട്ട്. നമുക്ക് ആ ഒരു രണ്ടാമത്തെ കിച്ചൻ്റെ അവിടെ വരുമ്പോൾ അവിടെ ഒരു സെർവൻറ്റ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് തന്നെയാണ് നമുക്ക് ഇവിടെ ഒരു ബാത്റൂം നമുക്ക് കിച്ചൻ്റെ ആ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. സെർവൻറ്റ് ബാത്റൂം ഞാൻ പറയുന്നേ ഉള്ളൂ. നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഷവറും കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്ന ഒരു നല്ല ബാത്റൂമാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വാഷ് മെഷീനൊക്കെ കൊടുക്കാനുള്ള പോയിൻറ്റുകളൊക്കെ ഉണ്ട്. ഇവിടെയാണ് നമുക്ക് സെക്കൻഡ് അടുക്കളയിൽ നമുക്ക് പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് 2 അതോടൊപ്പം തന്നെ ഇവിടുന്ന് നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാനുള്ള ഒരു ഡോറും കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ നല്ല ബലവത്തായ കമ്പിയൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നു. ഇവിടെ കബോർഡ് വർക്കുകളും സ്റ്റോറേജ് പ്ലേസും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ കിച്ചണിൽ തന്നെ ഒരു സ്റ്റോർ റൂമും കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ ലിവിങ് ഏരിയ. നമുക്ക് കിച്ചണിൽ ഇരുന്ന് കാണാൻ പറ്റും, നല്ല രീതിയിൽ തന്നെ ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ നല്ല കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വാഷ് ബേസിനും അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല രീതിയിൽ തന്നെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടിരിക്കുന്ന ബാത്റൂമുകളാണ്. എല്ലാം നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാ ഫിനിഷിംഗ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടിരിക്കുന്ന ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനി നമുക്ക് കാണുവാനുള്ളത് മുകളിലത്തെ നിലയിലേക്കാണ്. ഞാൻ പറഞ്ഞാൽ ആ ഒരു ബെഡ്റൂമുണ്ട്. അവിടെയും കബോർഡ് വർക്കുകളൊക്കെ അതേ രീതിയിൽ തന്നെ മുകളിലത്തെ ബെഡ്റൂമാണ്. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. കബോർഡ് വർക്കുകളും എല്ലാം ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടിരിക്കുന്ന ഒരു റൂമാണ്. അത് പക്ഷേ അതിൻ്റെ കീ ഞാൻ വരുമ്പോൾ അവിടെ ഇല്ലായിരുന്നു. ഇവിടെ ഇത് കണ്ടല്ലോ, ആ ബെഡ്റൂമാണത്. അതിൻ്റെ ഡോറുകളും കാര്യങ്ങളും എല്ലാം വളരെ മനോഹരമായി തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോകാം. നല്ല വിശാലമായ വീതിയുള്ള നല്ല ഒരു സ്റ്റെയർ കേസ്, ഹാൻഡ് റെയിലൊക്കെ നല്ല സ്റ്റീലിൻ്റെയൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണ്. സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിലൊക്കെ കയറി വരുമ്പോൾ നേരെ കാണുന്ന ഒരു ബെഡ്റൂമാണ്. അതുകൂടാതെ വളരെ വിശാലമായ ഒരു നമുക്കൊരു ഏരിയ നമുക്ക് മുകളിലത്തെ നിലയിലുണ്ട്. കൂടാതെ ഇവിടെ ലൈറ്റൊക്കെ വരാൻ വേണ്ടി നല്ല വെളിച്ചം, പകൽ വെളിച്ചം വരാനായിട്ടുള്ള നല്ലൊരു വർക്കൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു മെയിൻ രണ്ടാമത്തെ ബെഡ്റൂം. അത് കഴിഞ്ഞിട്ട് വെളിയിലോട്ടൊരു ബാൽക്കണി ഇറങ്ങാനുള്ള ഒരു ഡോർ അവിടെയുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ നേരെ പാരലായിട്ട് വരുന്ന ബെഡ്റൂമാണ് നമ്മൾ താഴത്തെ അടഞ്ഞു കിടന്ന ബെഡ്റൂം. അപ്പോൾ ഈ ഒരു ബെഡ്റൂം കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഈ ഡോറും നല്ല വുഡൻ ഡോറ്, തേക്കിൻ്റെ തടിയിലും മാവിൻ്റെ തടിയും മിക്സ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നും. ഈ ഒരു കബോർഡ് വർക്ക് ഉണ്ടല്ലോ, ഇത് കയറി വരുന്നതിന് ഇടതുവശത്തായിട്ട് ബാത്റൂമും അതുപോലെ വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതും നല്ല തേക്കിൻ്റെ തടി തീർത്തിരിക്കുന്ന കബോർഡ് വർക്കുകളാണ്. നമുക്ക് കാണാതെ നല്ല വിശാലമായ ഒരു മോൾട്ടർ അവിടെ വരെ ടോപ്പി വരെ അതിൻ്റെ കബോർഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ സ്റ്റോറേജ് ആ ബെഡ്റൂമിന് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയയും വന്നിട്ടുണ്ട്. നല്ല ഡ്രസ്സിങ് ടേബിളും ഡ്രസ്സിങ് ഏരിയ എല്ലാം അവിടെയും കൊടുത്തിട്ടുണ്ട്. ആ റൂമിൻ്റെ വലിപ്പം കണ്ടല്ലോ, നല്ല വലിപ്പമുള്ള ബെഡ്റൂമും കാര്യങ്ങളൊക്കെയാണ്. നല്ല വിശാലമായ ഒരു ബെഡ്റൂം തന്നെയാണ്. ജനലൊക്കെ കൊടുത്തേക്കുന്നുണ്ട്, നല്ല വെളിച്ചം നമുക്ക് ആ ബെഡ്റൂമിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോകാം. ഇവിടെയാണ് നമുക്ക് ബാൽക്കണി വരുന്നത്. ഇവിടെ ഒരു നല്ലൊരു സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. കയറി വരുമ്പം തന്നെ താഴെ നിന്ന് കയറി വരുമ്പോൾ
പിന്നെ ഈ ഒരു രണ്ടാമത്തെ ബെഡ്റൂം, ഇവിടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടിരിക്കുന്ന ഒരു ഏരിയ കാണാം. ഇവിടെ നല്ല കബോർഡുകളൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് കട്ടൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ പക്ഷേ ഡബിൾ പാളിയുടെ ഒരു ഇതാണ്. ഇവിടെ അതിനോട് ചേർന്ന് തന്നെ ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. ഇവിടെ നല്ല രീതിയിൽ തന്നെ ടൈൽ വർക്കൊക്കെ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന ഒരു ബാത്റൂം, എല്ലാം ക്ലോസറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വാഷ് ബേസിന് ഇതാ നമുക്ക് ഈ ഡോറ് കടന്ന് നമുക്ക് ആ ഒരു ടെറസിലേക്ക് പോകാം. അത് അവിടെയെല്ലാം കമ്പിയൊക്കെ ഇട്ട് നല്ല ബലവത്തായ രീതിയിലുള്ള ലോക്കുകളും കാര്യങ്ങളും എല്ലാം ആണ്. ഇവിടെ ഇറങ്ങി വരുമ്പോൾ ഇവിടെ റൂഫ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ. മഴക്കാലത്ത് നമുക്ക് തുണിയൊക്കെ ഇടാനും ഒക്കെ നല്ല രീതിയിൽ അത് പ്രയോജനം ചെയ്യും. ഇവിടുന്ന് മുകളിലോട്ടും സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ അവിടെയാണ് സോളാർ പാനലൊക്കെ വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നില്ല, ഇത് ഈ ഒരു വീടിന് സോളാർ കണക്ഷനാണ്. എല്ലാ കാര്യങ്ങളും സോളാറിലോടും. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് തന്നെ കണ്ട് സംസാരിക്കാം. സോളാർ കണക്ഷൻ എല്ലാവിധ ആവശ്യങ്ങളും സോളാറിൽ കൂടെ പോകും. കറണ്ട് ബില്ല് ലെവലേശം ഇല്ല. അപ്പോൾ അത് തന്നെ ഒരു പ്ലസ് പോയിൻ്റാണ്. ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് അപ്പുറത്തോട്ട് നമുക്ക് കണക്ഷനുണ്ട് കേട്ടോ. അത് നമുക്ക് ഫ്രണ്ടിലത്തെ ബാൽക്കണി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ ഒരു ജനലും രണ്ട് സൈഡിലും ജനലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മൂന്ന് പാളിയുടെ ജനാലയാണ്. നമുക്ക് ഇവിടുന്ന് കടന്ന് നമുക്ക് അപ്പുറത്തെ ആ ഒരു ഫ്രണ്ട് ബാൽക്കണിയിൽ നിന്നുള്ളൊരു വ്യൂവും കൂടെ നമുക്ക് കാണാം. അവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട അവിടെ ഒരു അപാര കാഴ്ചയാണ്. ഒരു മടുപ്പും തോന്നാതെ എത്ര നേരം വേണമെങ്കിലും അവിടെ നിൽക്കാൻ നല്ലൊരു ഗ്രീനറി ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്മുടെ മുറ്റവും കാര്യങ്ങളും എല്ലാം നമുക്ക് അവിടെ നിന്ന് വാച്ച് ചെയ്യാൻ പറ്റും. ഇത് കണ്ടല്ലോ, ഇവിടെ നല്ലൊരു ഇരിപ്പിടമൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ നല്ലതായിട്ടുള്ള ഇരിപ്പിടം. ഇത് നമ്മുടെ അവിടുന്ന് അപ്പുറത്തെ ആ പുറയിലത്തെ അവിടുന്ന് കണക്ട് ചെയ്ത് വരുന്നതാണ്. ഇവിടുത്തെ വിശാലമായ ഒരു ബാൽക്കണിയാണ്. നമ്മുടെ മുഴുവൻ പറമ്പും ഒക്കെ ഇവിടെ നിന്ന് മൊത്തം കാണാൻ പറ്റും. തൊട്ടടുത്ത് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. വീടുകളൊന്നും ഇല്ലാത്ത ഏരിയ അല്ല. പെയിൻ്റൊക്കെ അടിച്ച് നല്ല കുട്ടമ്മനാക്കിയിട്ടിരിക്കുന്ന വീടാണ്. ബാക്കിലൊക്കെ റബ്ബർ തോട്ടമുണ്ട്. റബ്ബർ തോട്ടം എന്ന് വെച്ചാൽ അതിൻ്റെ ബാക്കിൽ വീടുകളൊക്കെ ഉള്ളതാണ്. ഇതാ ഇവിടെ നല്ല രീതിയിൽ നമ്മുടെ മുറ്റവും പരിസരവും എല്ലാം ഇവിടെ നിന്ന് കാണുവാൻ കഴിയും. നല്ലൊരു കാഴ്ചയാണ് ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്നത്. നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ വഴിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. തെങ്ങിൻ്റെ ആ ഒരു ഇതും എല്ലാം കൂടെ ഇവിടെ നിന്ന് കാണുമ്പോൾ നല്ലൊരു മനോഹരമായ കാഴ്ചയാണ്. നമുക്ക് ബാൽക്കണി കിടന്ന് ഇവിടെ ഒരു ജനാലയൊക്കെ ഉണ്ട്. 4 പാളിയുടെ ആ ജനാലയൊക്കെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ വളരെ ഭംഗിയാണ്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ തൊണ്ട പൊട്ടിക്കുന്നില്ല. ഇനിയും കൂടുതൽ പറഞ്ഞ് നമുക്ക് താഴേക്ക് പോകാം. അപ്പോൾ ഇനിയിപ്പോൾ ഈ വീടിൻ്റെ വിവരങ്ങളൊന്നും ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നല്ല മനോഹരമായ വീടാണ്. എടുക്കുന്നവർക്ക് ഒരു നഷ്ടവുമില്ല. നല്ല ബലവത്തായ പണിയാണ്. പിന്നെ സോളാർ പാനലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ല ശുദ്ധമായ കിണർ വെള്ളമുണ്ട്. വഴിയുണ്ട്, സൗകര്യങ്ങളുണ്ട്. കോട്ടയം ടൗണിലോട്ട് ഈ പറയുന്ന ദൂരമൊന്നുമില്ല. റെയിൽവേ സ്റ്റേഷൻ, KSRTC, അതുപോലെ തന്നെ കാത്തലിക്സിൻ്റെ പള്ളികൾ, യാക്കോബ പള്ളി, ഓർത്തഡോക്സ് പള്ളി എന്നിവയെല്ലാം ഒരു 500 അല്ലെങ്കിൽ 1 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ അമ്പലങ്ങൾ, മറ്റ് ക്ഷേത്രങ്ങളെല്ലാം തന്നെ ലഭിക്കുന്നുണ്ട്. ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ അടുത്തായിട്ട് മുസ്ലിം പള്ളിയുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ ഒരു വീടുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നവയാണ്. അപ്പം അതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ, മണർകാട് പോലീസ് സ്റ്റേഷൻ, പിന്നെ അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസുകൾ, വില്ലേജ് ഓഫീസ്, എല്ലാവിധ ബാങ്കുകൾ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നു. അപ്പോൾ ഇതിൻ്റെ വിലയും വിവരങ്ങളും ഞാൻ പറഞ്ഞല്ലോ. ഇതിൻ്റെ ക്യാപ്ഷനും തമ്പനയിലും കൊടുത്തിട്ടുണ്ട്. മറ്റെന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ 2 നമ്പറുണ്ട്. ഏതെങ്കിലും നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എടുത്തില്ലെങ്കിൽ തിരിച്ച് നിങ്ങളെ വിളിക്കുന്നതാണ്. അപ്പം ബിസി ആണെങ്കിൽ ചിലപ്പോൾ എടുക്കത്തില്ല. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണും വരെയും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.